ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ഏണിക്കര താമസിക്കുന്ന റോയ് സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയവും ഔദ്യോഗികവും കലാപരമായ ജീവിതത്തെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾക്കടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് റോയ് സാറിന് സ്നേഹപൂർവ്വം സ്വാഗതം. സാറിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റോയി ജോസഫ്, സ്വദേശം ആലപ്പുഴയാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കരകുളം ഏണിക്കര ദേശത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാണ്. 3 പെൺമക്കളാണ്. മൂത്തത് റീന റോയി, ആലപ്പുഴ കാളാത്ത് കെട്ടിച്ചു. ഇപ്പോൾ എറണാകുളത്ത് കൂനമ്മാവിലി കുടുംബമായിട്ട് താമസിക്കുന്നത്. ഹസ്ബൻഡ് നേവിയിലാണ്. രണ്ടാമത്തെ മോള് റിൻസി റോയി, കൊല്ലത്ത് പാതുരപ്പിയ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ട് മുണ്ടയ്ക്കൽ കെട്ടിച്ചു. ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് അബുദാബിയിലാണ് താമസം. മൂന്നാമത്തെ മോള് റിയ റോയി, കാസർഗോഡ് ചിറ്റാരിക്കാലിൽ കെട്ടിച്ചു. ഹസ്ബൻഡുമായി ഇപ്പം ഗുവാഹട്ടി IIT PhD ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സാറിൻ്റെ ബാല്യകാലമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ ബാല്യകാലം ഞാൻ ആലപ്പുഴ തന്നെയായിരുന്നു. ഞാൻ ഏകദേശം 5 സ്കൂളിൽ മാറി മാറി പഠിച്ചു. അവസാനം ആലപ്പുഴ മുഹമ്മദ് സ്കൂളിലാണ് പഠനം നിർത്തിയത്. ലിയോ തരുന്നതിലും പഠിച്ചു. കളപ്പര സ്കൂളിൽ, കൊമ്മാടി സ്കൂളിലൊക്കെ 5 സ്കൂളിൽ മാറി പഠിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ അന്നത്തെ ബാല്യകാലത്ത് ഉണ്ടായി. എൻ്റെ അപ്പച്ചൻ ഒരു ബാൻഡ് സെറ്റുകാരനായിരുന്നു. പിന്നീട് പട്ടാളത്തിൽ പോയി കേരള ഫയർഫോഴ്സിൽ നിന്ന് പെൻഷനായി. അപ്പച്ചൻ്റെ കൂടെ ചെറുപ്രായത്തിൽ താളമടിച്ച് സംഗീത പരിപാടിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കൊമ്മാടി പള്ളിയിൽ ഗായക സംഘത്തോട് ചേർന്ന് ആത്മീയ ശുശ്രൂഷകളൊക്കെ കുഞ്ഞുനാളിലൊക്കെ ചെയ്തിരുന്നു. പിന്നെ പ്രായമായി ഈ ബാൻഡ് സെറ്റിനോട് ചേർന്ന് ഇൻസ്ട്രുമെൻസൊക്കെ പഠിച്ചു. അങ്ങനെ കലാകാരനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊക്കെ അല്പം കുറഞ്ഞ് വന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പരിപാടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് അല്പസ്വല്പം ദുർശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കൂട്ടുകാരുമൊത്ത് അങ്ങനെ പോകുന്ന ഒരു കാലമായിരുന്നു എൻ്റെ ചെറുപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ സാറിന് ജോലി കിട്ടിയിട്ട് സാർ ട്രിവാൻഡ്രത്തേക്ക് വരുമായിരുന്നോ? അല്ല, എനിക്ക് കേരള പോലീസ് ബാൻഡ് ഓർക്കസ്ട്ര വിഭാഗത്തിലാണ് 1984 എനിക്ക് ജോലി ലഭിക്കുന്നത്. 4 വർഷം ഞാൻ കണ്ണൂർ സർവീസ് ചെയ്തു. 21ാമത്തെ വയസ്സിൽ ജോലി കിട്ടി. 23ാമത്തെ വയസ്സിൽ പെണ്ണും കെട്ടി. 88 തിരുവനന്തപുരത്ത് ട്രാൻസ്ഫറായി. അതിനിടയിൽ എനിക്ക് 3 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഇളയ മോൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് കുടുംബമായിട്ട് താമസിക്കാൻ വരുന്നത്. നവീകരണത്തിലേക്കൊക്കെ കടന്നു വന്നത് സാർ ഏത് കാലഘട്ടങ്ങളിലാണ്? അപ്പം നവീകരണത്തിലേക്ക് കടന്നു വന്നത് 1997 എനിക്ക് ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് ക്വാർട്ടേഴ്സിൽ വന്നതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകത്തില്ല, കുടുംബ പ്രാർത്ഥനയിലൊന്നും സജീവമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഭാര്യ ഓർത്തഡോക്സ് വിഭാഗത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് മാതാവിനോടൊക്കെ വലിയൊരു സ്നേഹമുണ്ട്. കൊന്ത പ്രാർത്ഥന നമുക്കില്ലെങ്കിലും മാതാവിനോട് വലിയൊരു ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസവും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എന്നെ ഫോട്ടോയിൽ പോകാനായിട്ട് ഒരുപാട് നാളായിട്ട് നിർബന്ധിക്കും. കാരണം സന്ധ്യാസമയത്തൊന്നും ഞാൻ വീട്ടിൽ കാണത്തില്ല. ഞാൻ സുഹൃത്തുക്കളെടുത്ത് കമ്പനി ചേർന്ന് ഇങ്ങനെ നടക്കുന്നൊരു കാലമായിരുന്നു. അങ്ങനെ എന്തോ ഭാര്യയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 1997 ആദ്യമായി ചാലക്കുടിയിൽ എൻ്റെ ഇളയ മോൾക്ക് 4 വയസ്സുള്ളപ്പം ഞാനും ആ മോളും എൻ്റെ ഭാര്യയും കൂടെ ഡിവൈനിൽ ധ്യാനം കൂടാനായിട്ട് വരുന്നത്. ആ ഒരു ധ്യാനത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ ദുർശീലങ്ങളൊക്കെ മാറ്റി ഞാൻ തിരുവനന്തപുരത്ത് ക്വാർട്ടേഴ്സിൽ വന്ന് പിന്നെ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയിൽ ഞാൻ
സജീവമായി നിലനിൽക്കാൻ തുടങ്ങി. പിന്നെ പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിന് നല്ല ഒരു ഐശ്വര്യം ഉണ്ടായി. രണ്ടാമത് 98 ഞാനും ഭാര്യയും കൂടെ വീണ്ടും ചാലക്കുടിയിൽ വന്ന് ഒരു ധ്യാനം കൂടുകയാണ്. ആ ധ്യാനവും മുമ്പത്തേക്കാൾ ആത്മാവിൻ്റെ നിറവിൽ നല്ല അഭിഷേകം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ആദ്യത്തെ ധ്യാനത്തിൽ എനിക്കൊരുപാട് മാറ്റം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ധ്യാനം കൂടിയപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്രേരണ എനിക്കുണ്ടായി. രണ്ടാമത്തെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളി വരുമ്പം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു നോട്ടീസ് കിടക്കുന്നു തിരുവനന്തപുരത്ത്, ഗെറ്റ്സമിൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന്. അപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് എനിക്കറിയാൻ സാധിച്ചു. കാരണം തിരുവനന്തപുരത്ത് കുളമ്പാറ മെൻ്റൽ ആസ്പത്രിയിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച, രണ്ടാമത്തെ ഞായറാഴ്ച ജനറൽ ആസ്പത്രിയിൽ 7, 9 വാർഡിൽ, മൂന്നാമത്തെ ഞായറാഴ്ച തിരുവനന്തപുരത്ത് പുലനാർക്കോട്ട TV സാനിറ്റോറിയം. ഇവിടെയൊക്കെ ശുശ്രൂഷയെന്ന് അറിഞ്ഞ് ഞാൻ ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാം ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇവരുടെ കൂടെ നടന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ ശക്തമായിട്ട് ഞാൻ ഇവരുടെ കൂടെ ജോലി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവുക. അതിനിടയ്ക്ക് പിന്നെ കരസ്മാറ്റിക് സോണലുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ കൂട്ടായ്മയായിട്ട്, അതുപോലെ ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി വന്നവർക്ക് വേണ്ടി അവരെന്ന് ആത്മീയ തലത്തിൽ നിലനിർത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട്, ഡിവൈൻ കൂട്ടായ്മ. അപ്പോൾ ആ ഡിവൈൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. 99 ഈ ഗെറ്റ്സമിൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു ബ്രദർ CV ജോസഫ് സാർ, നല്ല ഒരു ആത്മീയ നിറവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നു, റോയ് ബ്രദറെ, നമുക്ക് ഇവിടുന്ന് ഒരു 25 പേര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ കൊണ്ടുപോകുന്നു. പാവപ്പെട്ടവരാ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാ. അപ്പം കത്ത് തന്നുവിടും, വണ്ടിക്കൂലി മാത്രം തരാം, അവരെ കൊണ്ടുപോകാനായിട്ട് ആളില്ല, ബ്രദറിന് കൊണ്ടുപോകാവൂ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം, 25 പേരുടെ ലീഡറാകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലീവ് കിട്ടി. ഞാൻ 25 പേരെയും കൊണ്ട് ഡിവൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഈ 25 പേർക്കുള്ള ട്രെയിൻ ഫെയർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. ഞാൻ ഇതുങ്ങളെയും കൊണ്ട് പോയി വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാണ്ട് ഇതുങ്ങളെയും കൊണ്ട് ട്രെയിനകത്ത് പോകുക. അത് വെളുപ്പിന് 5 മണിക്കുള്ള വേണറിനാണ് പോകുന്നത്. ഒരു 8, 9 മണിയായപ്പോഴത്തേക്ക് കൂടെ വന്ന കുറച്ച് പേര് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് കാപ്പി മേടിച്ച പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ആ വിഷമമായി, കാരണം എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല. അപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല, തിരിച്ചിങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലി എൻ്റെ കയ്യിലുണ്ട്. അത് കൊടുത്ത് അവർക്ക് ബ്രെഡും ചായയൊക്കെ മേടിച്ച് കൊടുത്ത് ഞാൻ എന്തായാലും 99 ഇവരെയും കൊണ്ട് ഓഗസ്റ്റ് മാസം ധ്യാനം കൂടാൻ പോയി. ധ്യാനത്തിൽ ഞാനും ഒരാഴ്ച ധ്യാനത്തിന് അവിടെ ഇരുന്നു. അപ്പോൾ ധ്യാനം കൂടാൻ ഇരിക്കുമ്പോൾ എൻ്റെ ചിന്ത മുഴുവനും തിരിച്ച് നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇതായിരുന്നു എൻ്റെ വിഷമം. എന്നാൽ രണ്ടാമത്തെ ദിവസം എൻ്റെ കൂടെ ധ്യാനം കൂടാനിട്ടിരുന്ന ഒരു ബ്രദർ എന്നെ തോണ്ടി വിളിച്ചപ്പോൾ, സാറേ സാറിൻ്റെ ഫോട്ടോ അല്ലേ ഇതെന്നും പറഞ്ഞ് ഒരു അന്നത്തെ വചനോത്സവം എന്നെ കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ആ വചനോത്സവത്തിൽ എൻ്റെ യൂണിഫോം ഇട്ട ഫുൾ പേജ് കവർ ചെയ്തുകൊണ്ട് പോലീസുകാരൻ്റെ നവീകരണ അനുഭവം എന്നും പറഞ്ഞതിനകത്ത് ഫുൾ പേജ് കവർ ചെയ്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു 8 മാസം മുമ്പ് തിരുവനന്തപുരത്ത് OCD ആശ്രമത്തിലെ ഒരു ജോസഫ് അച്ഛനുണ്ട്, അച്ഛൻ്റെ കയ്യിൽ ഞാനിത് എഴുതി കൊടുത്തു. അച്ഛൻ പറഞ്ഞ് നല്ല കാര്യം ഫോട്ടോയിലേക്ക് അയക്കുമെന്നും പറഞ്ഞ് അച്ഛൻ അറ്റസ്റ്റ് ചെയ്ത് അങ്ങനെ അയച്ചതാണ്. ഞാൻ വിചാരിച്ചതോടെങ്കിലും ആരെങ്കിലും കളഞ്ഞ് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ 99 മൂന്നാമത്തെ ധ്യാനത്തിലിരിക്കുമ്പോഴാണിത് പ്രസിദ്ധീകരിച്ച് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ വരയ്ക്കൽ അച്ഛനും അനി ജോർജ് ബ്രദറും ഇവരൊക്കെ എന്നെക്കുറിച്ച് അറിഞ്ഞു. ഞാൻ അച്ഛൻ്റെ കയ്യിലും അനി ജോർജ് ബ്രദറിൻ്റെ കയ്യിലും ചെന്നു. ഞാൻ എൻ്റെ അവസ്ഥകൾ പറഞ്ഞു, തിരിച്ച് നിങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടിക്കൂലിയില്ല, എൻ്റെ അനിയൻ തൃശ്ശൂർ പോലീസിലുണ്ട്, അപ്പോൾ അവൻ്റെ അടുക്കെ പോകാൻ ഒരു പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടുന്ന് പെർമിഷൻ തന്നു പുറത്ത് പോകാൻ. മൂന്നാമത്തെ ധ്യാനത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പോകാനുള്ളൊരു പെർമിഷൻ തന്നു. ഒരു ദിവസം പെർമിഷൻ കിട്ടി. ഞാൻ നേരെ തൃശ്ശൂർ പോയി എൻ്റെ അനിയനെ കണ്ട് കാശും മേടിച്ച് അവരെ സുരക്ഷിതമായിട്ട് തിരുവനന്തപുരത്ത് എത്തിച്ചു. ഈ തിരുവനന്തപുരത്ത് എത്തിച്ച് രണ്ടാമത്തെ ദിവസം നന്ദി പറയാനായിട്ട് ഞാൻ ഒരു ലൂക്കോസ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹം ഡിവൈനുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നന്ദി പറയാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ഛനും ടീം അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുകയാണ്. കാരണം വ്ളാത്താങ്കര കൺവെൻഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ലൂക്കോസ് ബാലകൃഷ്ണൻ സാറ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതാണ് റോയി പോലീസ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് റോയി പോലീസ് എന്നൊരു പുതിയ നാമം എനിക്ക് കിട്ടി. അങ്ങനെ ആത്മീയ തലത്തിൽ പനക്കലച്ഛൻ ഉൾപ്പെടെ എല്ലാവരും എന്നെ വിളിക്കുന്നത് റോയി പോലീസ് എന്നാണ്. അപ്പം അച്ഛൻ്റെയൊക്കെ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു സാക്ഷ്യം ഈ പ്രാവശ്യത്തെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് വചനോത്സവത്തിലെന്ന് പറഞ്ഞു. ഓ അത് ശരി, എന്നാൽ നാളെ വ്ളാത്താങ്കരയിൽ ഒരു സാക്ഷ്യത്തിനായിട്ട് ബ്രദർ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ഛൻ്റെ കൺവെൻഷന് വ്ളാത്താങ്കരയിൽ, അവിടെ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാളാണെന്ന് എനിക്ക് തോന്നുന്നു, ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ചുള്ള അന്ന് അവിടെ പോയി ആദ്യമായിട്ടൊരു സാക്ഷ്യം കൊടുത്തു. പിന്നെ പ്രേയർ ഗ്രൂപ്പിൽ വന്നപ്പോൾ പിന്നെ പ്രേയർ ഗ്രൂപ്പിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് അങ്ങനെ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാനൊരു ആത്മീയ ശുശ്രൂഷൻ്റെ തുടക്കത്തിലേക്ക് അവിടെ നിന്നാണ് വരുന്നത്.
സാറിൻ്റെ ഔദ്യോഗിക ജീവിതവും ആത്മീയ ജീവിതവും എങ്ങനെയായിരുന്നെന്ന് പറയാമോ? എല്ലാ വർഷവും ധ്യാനം കൂടുന്ന ഒരു പരിപാടി ഒന്ന് തുടങ്ങിയായിരുന്നു. 98, 98, 99 ഇനി 2000 വീണ്ടും ഞാനും ഭാര്യയും കൂടെ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോവുകയാണ്. അപ്പോൾ ഡിവൈനിൽ ഏകദേശം എന്നെ അറിയാം, കാരണം ഞാൻ ഡിവൈൻ കൂട്ടായ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. യൂത്തിനൊക്കെ എല്ലാവർക്കും എന്നെ അറിയാമായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, മെയിൻ സ്റ്റേജിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഒരു സാക്ഷ്യം പറയണം. എല്ലാ ദിവസവും പറയണമെന്നുള്ള ആഗ്രഹമില്ല, ഒരു ദിവസമെങ്കിലും ആ സ്റ്റേജിൽ കയറി തമ്പുരാൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയൊരു സാക്ഷ്യം പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ യൂത്തും അതുപോലെയൊക്കെ ഡിവൈൻ കൂട്ടായ്മയിലുള്ള പലർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടു. ഒരു ദിവസം എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ലഭിച്ചു. 20 മിനിറ്റ് ഞാനവിടെ സാക്ഷ്യം പറഞ്ഞു. ആ ആഴ്ചത്തെ ധ്യാനം തീരുന്നതിൻ്റെ തലേ ദിവസം സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്ത് റോയ് പോലീസ് സ്റ്റേജിൻ്റെ പുറകിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ ചെന്നപ്പോഴത്തേക്ക് ജെയ്മി എന്ന് പറഞ്ഞൊരു ബ്രദറാണ്. ജെയ്മി ബ്രദർ പറഞ്ഞ്, ബ്രദറെ എല്ലാ ഞായറാഴ്ചയിലും ഉച്ചയ്ക്ക് ഇതുപോലെ ഉച്ചയ്ക്കത്തെ സെക്ഷനിൽ ബ്രദറിന് വരാമോയെന്ന് ചോദിച്ചു. അത് തമ്പുരാൻ്റെ ഇടപെടലായിരുന്നു. കാരണം ഞായറാഴ്ച എനിക്ക് ഹോളിഡേയാണ്, മറ്റുള്ള ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞായറാഴ്ച എനിക്ക് ഓഫ് കിട്ടും. ആഴ്ച 6 ദിവസം ജോലി ചെയ്ത 7ാമത്തെ ദിവസം ഒരു ഓഫുണ്ട്. ഞായറാഴ്ച ഓഫ് എടുത്ത് വരാം. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയിലും ഞാൻ ഒരു ഓഫ് കിട്ടിയാൽ, ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റത്തില്ല, ഓഫ് എടുത്ത് വേണാടിന് കയറും, ഡിവൈനിൽ ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വന്ന് കുളിച്ച് ഫ്രഷായിട്ട് അവിടുന്ന് ഉച്ചയ്ക്കത്തെ ആദ്യത്തെ ക്ലാസ് ഞാൻ ഒരു പാട്ടൊക്കെ പാടി സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങിപ്പോരും. പിന്നെ തിരിച്ച് എറണാകുളത്തൊക്കെ ഇറങ്ങിയിട്ടാണ് കുർബാന കൂടുന്നത്. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. കുർബാന കൂടി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും 12-12:30 മണിയാകും രാത്രി. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ആദ്യമൊക്കെ ചില പ്രശ്നങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ എനിക്കെതിരെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അവർക്ക് എന്നോട് സ്നേഹമായി. അവരുടെ സപ്പോർട്ടോടുകൂടി, എൻ്റെ മേലധികാരികളുടെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ആത്മീയ ജീവിതവും ഔദ്യോഗിക ജീവിതവും ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടെങ്കിലും പിന്നീട് പ്രശ്നങ്ങളില്ലാണ്ട് വളരെ അവരുടെ സപ്പോർട്ടോടുകൂടി. സാർ കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ എല്ലാ ധ്യാന മന്ദിരങ്ങളിലും സജീവമായി സുവിശേഷ പ്രഘോഷണം നടത്തിയ ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തെ ഒന്ന് ഓർമ്മിച്ച് പറയാമോ? 2000 മുതൽ ഡിവൈനിൽ സാക്ഷ്യ ശുശ്രൂഷ തുടർന്ന് പോകുന്നു, ഒപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ എനിക്ക് ശരിക്കും പ്രസംഗിക്കാനുള്ള ഒരു ഗിഫ്റ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സാക്ഷ്യം പറയും, ഒപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ ഇരിക്കെ ആൻ്റണി പയ്യമ്പള്ളി അച്ഛൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറയുന്നു, പോലീസ് നമുക്ക് തിരുവനന്തപുരത്ത് നല്ലൊരു കൺവെൻഷൻ നടത്തണം, പോലീസ് വിചാരിച്ചാൽ നടക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. അത് പോലീസ് വിചാരിച്ചാൽ മതി, പോലീസിന് കുറച്ച് നല്ല ബന്ധങ്ങളൊക്കെ തിരുവനന്തപുരത്തുണ്ടല്ലോ, അവരുമായിട്ട് ആലോചിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് സമാധാനരാജ്ഞി പള്ളിയുണ്ട്, പാളയം, മലങ്കര കത്തോലിക്ക സഭയുടെയാണ്. അപ്പോൾ അവർ സെബാസ്റ്റ്യൻ കണ്ണന്താനം അച്ഛൻ, നല്ല ആത്മീയ നിറവുള്ള ഒരു അച്ഛൻ, അതിനോട് ഭയങ്കര സ്നേഹം. അച്ഛൻ ഒരുപാട് ശുശ്രൂഷകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനുമായിട്ട് ഞാൻ ആലോചിച്ചു. അച്ഛൻ ഈ പള്ളിയിലേക്ക് തിരുവനന്തപുരത്തുള്ള ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെയൊക്കെ പറഞ്ഞ് നമ്മുടെ പയ്യമ്പള്ളി അച്ഛൻ റോയ് പോലീസിൻ്റെക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതെന്താണെന്ന് റോയ് പോലീസ് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പയ്യമ്പള്ളി അച്ഛൻ പറയും നമുക്ക് തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷൻ നടത്തണം, വരവ് ചിലവുകളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഇവിടുന്ന് വരുന്നവർ നിങ്ങൾ ചെറിയ ടീയെ തന്നാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഒരു കൺവെൻഷൻ തീരുമാനമെടുക്കുന്നു. ആ കൺവെൻഷൻ 2005 ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ഞങ്ങളുടെ കേരള പോലീസിൻ്റെ സ്റ്റേഡിയമാണ് ചന്ദ്രശേഖർ സ്റ്റേഡിയം. അത് 5 ദിവസത്തേക്ക് ബുക്ക് ചെയ്യുന്നു. അതിന് സിബി മാത്യു സാറാണ് അത് നേതൃത്വം കൊടുത്ത് അന്ന് അത് കിട്ടി. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ കൺവെൻഷൻ നടക്കുകയാണ്. പയ്യമ്പള്ളി അച്ഛനും പനക്കൽ അച്ഛനും ഈ സെബാസ്റ്റ്യൻ കണ്ണന്താനം അച്ഛനെല്ലാം എൻ്റെ ക്വാർട്ടേഴ്സിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അവരൊക്കെ പോയത്. അതിനുശേഷം ഡിവൈനിലെ ശുശ്രൂഷകൾ, മെയിൻ ശുശ്രൂഷകളൊക്കെ എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കേരളത്തിലുള്ള എല്ലാ ധ്യാനകേന്ദ്രങ്ങളും പോയി ധ്യാനിപ്പിക്കാനും അതോടൊപ്പം തന്നെ മലങ്കര കത്തോലിക്ക സഭേനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. തിരുവനന്തപുരത്ത് അവരുടെ പള്ളികളിലൊക്കെ ഇടവക ധ്യാനം 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ ഞാനായിട്ട് ധ്യാനമൊക്കെ നടത്തി. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ മക്കളുമൊക്കെ വന്നു. അങ്ങനെ വളരെ ആത്മീയ ജീവിതം വളരെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ഈ അവസരത്തിലാണ് ഞാൻ 2010 ശേഷം ഞാൻ പ്രൊമോഷനായി. സാറിൻ്റെ കലാജീവിതം വീണ്ടും സജീവമായത് എപ്പോഴാണ്? അന്നേരം ഞാൻ പ്രസംഗിക്കാനായിട്ട് പോകാതായി കഴിഞ്ഞപ്പോഴത്തേക്കും പലരും വിചാരിച്ച് ഞാൻ പിന്നെ പ്രസംഗിക്കുന്നില്ല എന്ന് വിചാരിച്ച് പലരും വിളിക്കാതെയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ എൻ്റെ മേലധികാരി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇവിടെ എൻ്റെ മോളുടെ കല്യാണമാണ്, ഇത്രാം തീയതി 3 മണിക്ക് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച്. നിൻ്റെ പഴയ ക്ലാറൻറ്റ് വായനയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 2 പാട്ട് ഗാനമേള ഇടയ്ക്കൊന്ന് വായിച്ചു തരാൻ പറഞ്ഞു.
അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, സാറേ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി, ഇപ്പോൾ പ്രോഗ്രാമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ 2 സിനിമാ പാട്ട് വായിച്ചെന്നും പറഞ്ഞ് നിൻ്റെ യേശു ഒരു വഴക്കും പറയത്തില്ല. അപ്പോൾ ആ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് അത് ചെയ്യണമെന്നൊരു തോന്നി. അങ്ങനെ ഞാൻ ഗാനമേളയ്ക്ക് 2 സിനിമാ പാട്ട് ക്ലാറൻറ്റിനകത്ത് വായിച്ചു. അപ്പോൾ ഇത് കണ്ടിരുന്ന ആക്റ്റീവ് പോലീസുകാരൊക്കെ അവർക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനൊരു കലാകാരനാണെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ ഇത്രയും നല്ല കഴിവുണ്ടായിട്ട് അത് നശിപ്പിക്കരുത്, സാർ അത് വീണ്ടും ഇതുകൂടെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആത്മീയ ജീവിതം കൂടെ കൊണ്ടുപോകണമെങ്കിൽ നല്ലതായിരിക്കും എന്ന് അവരെന്നോട് പറഞ്ഞപ്പം ഞാൻ പോയി സാക്സഫോണും ഫ്ലൂട്ടും എല്ലാം മേടിച്ച് കോട്ടേഴ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഞാനൊരു മ്യൂസിഷ്യനായിട്ട് മാറുകയാണ്. ആ സമയത്താണ് 2014 ഏഷ്യാനെറ്റിനകത്ത് കാക്കിക്കുള്ളിലെ കലാകാരന്മാരെന്നും പറഞ്ഞ് ഞാൻ സബ് ഇൻസ്പെക്ടറുടെ യൂണിഫോം ഇട്ടുകൊണ്ട് എൻ്റെ ജീവിതാനുഭവവും സാക്സഫോൺ വായിച്ച് ഒരു അനുഭവം അതിനകത്തുണ്ടായി. അപ്പോൾ അതിലൂടെ പലരും എന്നെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ പ്രോഗ്രാമൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല പേയ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ കിട്ടിയിരുന്നു. നല്ല രീതിയിലൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്ത് അപ്പോൾ കർത്താവിന് വേണ്ടി കൂടെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വൈഫുമായിട്ട് ഒരു ധ്യാനം കൂടെ ഡിവൈനിൽ പോയി കൂടി. അത് മാത്യു ഇലവൻകിലച്ഛൻ്റെ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ കൂടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചൊരു CD ഇറക്കണം. CD എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റ്സിൽ, വായ്പാട്ടല്ല, ഇൻസ്ട്രുമെൻ്റിൽ ആരും ചെയ്യാത്തൊരു കാര്യം. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ വെള്ളയമ്പലത്തെ വികാരി അച്ഛൻ, അന്ന് ഗ്ലാഡൻ അലക്സ് അച്ഛനായിരുന്നു, അച്ഛനുമായിട്ട് ആലോചിച്ച് അച്ഛൻ പറഞ്ഞ നല്ല കാര്യം. അങ്ങനെ സാക്സഫോൺ, ക്ലാർനെറ്റ്, ഫ്ലൂട്ട്, സുപ്രാനോ സാക്സിലി ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ 15 വെച്ചുകൊണ്ട് 1 ലക്ഷം രൂപയോളമായി. അപ്പോൾ ഞാൻ ആ CDക്കകത്ത് എഴുതിയിരുന്നു, ഈ CD സുവിശേഷ വേലയുടെ ഭാഗമായി തികച്ചും സൗജന്യമാണ്, ഒരു രൂപ പോലും മേടിക്കാതെയാണ് ഞാൻ ആ CD ഇറക്കി. അത് അമേരിക്കയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി. അപ്പോൾ അമേരിക്കയിലുള്ള ഒരാൾ എനിക്ക് 1000 CD ഇറക്കാനുള്ള കാശ് തന്നു. അത് എറണാകുളം റിയാനിൽ പഞ്ച് ചെയ്താണ് ഇറക്കിയത്. അത് നല്ല രീതിയിൽ പോയി. അങ്ങനെ കുറേയധികം പേരൊക്കെ കണ്ട് അങ്ങനെയാണ് ഞാൻ സംഗീത പരിപാടിയിൽ ഇപ്പോഴും ലിറ്റിൽ ഫ്ലവർ ഓർക്കസ്ട്ര എന്ന പേരിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. സാറിൻ്റെ ഈ കഴിവ് മക്കളിൽ ആർക്കൊക്കെ ഉണ്ട്? 3 പേരും നല്ല രീതിയിൽ പാട്ട് പഠിച്ചിട്ടില്ല, എങ്കിലും പാട്ട് പാടുന്നു. എൻ്റെ ധ്യാനത്തിന്, ഞാൻ പോയിട്ടുള്ള ധ്യാനത്തിന് 2ാമത്തെയും 3ാമത്തെയും മോളെയും കൊണ്ടാണ് സ്കൂട്ടറിൻ്റെ പുറകിലും മുമ്പിലും വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അവർ പഠിച്ചു വളർന്നു. അവർക്ക് അതിനുള്ള ദൈവാനുഗ്രഹം 3 പേർക്കും ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. സ്വന്തം ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു സംഭവം, ഒരു ദൈവാനുഭവം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ആ ദൈവാനുഭവമാണ് ഞാനിന്ന് താമസിക്കുന്ന, നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഭവനം. കാരണം ഈ സ്ഥലം എൻ്റെ മരുമോൻ മേടിച്ചിട്ടതാണ്. എൻ്റെ 2ാമത്തെ മോളുടെ ഭർത്താവ് മേടിച്ചിട്ട് അവൻ്റെ സ്ഥലമാണിത്. അപ്പം ഞാൻ പെൻഷൻ ആകുന്നത് 2018 ഫെബ്രുവരിയിലാണ്. എൻ്റെ സെൻഡ് ഓഫ് നടത്തിയത് നാലാഞ്ചിറ മാറിവാനിസ് കോളേജിൻ്റെ പുറകിൽ ജോഷുവ കന്തലത്ത് അച്ഛൻ നടത്തുന്ന സ്നേഹ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് വസ്ത്രവും കൊടുത്ത് എൻ്റെ ഓർക്കസ്ട്ര ടീമിൻ്റെ പ്രോഗ്രാമൊക്കെ നടത്തിയാണ് ഞങ്ങൾ ആ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ആ അച്ഛനെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അന്നും ഇന്നും. മലങ്കര കത്തോലിക്ക സഭയുടെ അച്ഛനാണ്, മരിയൻ ധ്യാനമൊക്കെ നടന്ന അച്ഛനാണ്. അച്ഛനെ വിളിച്ചാണ്, അപ്പോൾ ഞാൻ ഒരു വീട് വെക്കണം, എനിക്ക് വീടില്ല, എവിടെയെങ്കിലും വീട് വെക്കണം എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് 2ാമത്തെ മോള് പറയുന്നത്, അച്ഛാ വേറെ സ്ഥലമൊന്നും നോക്കണ്ട, ആ സ്ഥലത്ത് വീട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ജോഷുവ കന്തലെ അച്ഛൻ വന്ന് മാർച്ച് മാസത്തിൽ ഇതിന് തറക്കല്ലിട്ടു. 5 മാസം കൊണ്ട്
ഇത്രയും വലിയൊരു വീടായിട്ട് മാറി. ജലപ്രളയം ഉണ്ടായിരുന്ന സമയമാണ് 2018 ഓഗസ്റ്റ് മാസം 22-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ പാല് കാച്ചി. ഈ സമയത്ത് പ്രളയം വന്ന് വളരെയധികം ദാരിദ്ര്യം നടക്കുന്നൊരു സമയമാണ്. അപ്പം ഒരു ദിവസം ഞാൻ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നമ്മൾ വിരുന്നൊക്കെ നടത്തി ഇങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, നമ്മളൊരു ആത്മീയ ശുശ്രൂഷനല്ലേ, അതുകൊണ്ട് അങ്ങനെ നല്ല കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീട് പാലുകാച്ചിൻ്റെ വിരുന്ന് ക്യാൻസൽ ചെയ്ത് ബ്ലെസ്സിങ് മാത്രം ആക്കിക്കൊണ്ട് ആ കാശ് ദുരിതാശ്വാസത്തിന് കൊടുത്തു. അങ്ങനെ ഈ വീടാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെയും കലാജീവിതത്തെയും കുഞ്ഞുങ്ങളുടെ ഒപ്പമുള്ള ജീവിതമൊക്കെ ചേച്ചി ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങ് ക്വാർട്ടേഴ്സിൽ വന്നതിന് ശേഷം ഞങ്ങളെ സഹായിക്കാനോ എടുക്കാനോ ആരുമില്ല. ഞങ്ങൾ 3 മക്കളും ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ. അന്നൊക്കെ ആണെങ്കിൽ ശമ്പളമൊക്കെ കുറവാണ്. ആ കഷ്ടപ്പാടിൽ ഈ 3 മക്കളെ വളർത്തണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, അവർക്ക് വസ്ത്രങ്ങളും എല്ലാ കാര്യവും പെൺമക്കളാണ്, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാനുള്ള അന്നത്തെ കാലത്ത് ആ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒക്കെ ചെയ്യുവാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടിനകത്ത് നിന്ന് ഞങ്ങൾ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങളെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കുന്നത്. വേറെ എങ്ങും ഒരു സംസാരത്തിനോ വർത്തമാനത്തിനോ ഒന്നും ഞാൻ പോകാറില്ല. വീട്ടിലിരുന്ന് ജീവിത പങ്കാളി ജോലിക്ക് പോകും, മക്കൾ സ്കൂളിൽ പോകും, സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ കാലഘട്ടം വന്ന് ഒക്കെ പോകുമ്പോഴും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിത പങ്കാളി എന്നും സന്തോഷത്തോടും നല്ല അനുഗ്രഹത്തോടും ദൈവകൃപ നിറഞ്ഞ ജീവിത പങ്കാളിയാകണം. ഞങ്ങളുടെ കുടുംബമെല്ലാം നന്നായിട്ട് കൊണ്ടുപോകണം. അത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മക്കളും അതുപോലെ തന്നെ ദൈവഭക്തിയിൽ വളരണം. മറ്റു മോശമായ ഇതിലൊന്നും പോകാൻ പാടില്ല. അവരെ പോലീസ് ബസ്സിലാണ് കൊണ്ടുപോകുന്നത് സ്കൂളിൽ. അപ്പോൾ അവർക്ക് വേറെ ആരുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് അതിനകത്ത് നിന്ന് ഒഴിവാകും. പോലീസ് വണ്ടിയെ പോകുമ്പോൾ അവർക്ക് കൂടുതലൊരു സംരക്ഷണമാണ് അവിടെ. നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ ആകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയും ആ ദൈവഭക്തിയിലും കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ആ രീതിയിൽ കൊണ്ടുപോയി ആ മക്കൾ നല്ല രീതിയിൽ പഠിക്കുകയും ഇപ്പോൾ നല്ല അതിൽ 3 പേരും ആ ടീച്ചിങ്ങിലാണ്. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ മോൾക്ക് ജോലി ആയില്ലെങ്കിലും മൂത്ത മോള് അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയും ഇപ്പോൾ അവൾ ഓൺലൈൻ ക്ലാസ് നടത്തുകയും ചെയ്യുന്നു. ഇളയ മോള് എൻജിനീയറിങ് പഠിച്ച് BTech MTech ഇപ്പോൾ PhD ചെയ്യുന്നു. ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ റിസൈൻ ചെയ്തിട്ട് അവർ ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്, എൻ്റെ കുടുംബത്തിലെ എൻ്റെ യേശു തമ്പുരാൻ്റെ കൃപയാണ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമല്ല. ഡിവൈനിൽ പോയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് ഞങ്ങൾക്ക് എവിടെ വേണേലും പറയാം. പനക്കലച്ചൻ വിളിച്ചു പറഞ്ഞ് പൊന്നമ്മേ എന്ന് പറഞ്ഞ ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് എന്നെ തന്നെയാണോ പൊന്നമ്മമാരിവിടെ ഒരുപാട് പേര് കാണുമല്ലോ, എന്നെയാണോ അച്ഛൻ വിളിച്ചു പറഞ്ഞത് എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ തിരിച്ചു വന്ന് ഡോക്ടറെ കാണിച്ച് അന്ന് വരെ ഞാൻ ഗുളിക കഴിക്കുമായിരുന്നു തൈറോയിഡിൻ്റെ. പിന്നെ ഞാൻ ഇന്ന് വരെ ഇത്രയും വർഷം, എത്രയോ വർഷം 95 96 ആ വർഷത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് തന്ന അനുഗ്രഹം അല്ലാതെ എൻ്റെ കുടുംബത്തിൽ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ മക്കളെ 3 പേരെ നല്ല നിലയിൽ വളർത്തുവാനും കഴിഞ്ഞ് അവരെ നല്ല നിലയിൽ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് 3 മക്കളും മരുമക്കളും നല്ല മക്കളാണ്, നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങൾക്ക് ആ മക്കളില്ല. അവർ 3 പേര് വന്നത് നല്ല മക്കൾ, ഞങ്ങളെ എന്നും സ്നേഹിക്കുന്നു.
വളരെ വ്യത്യസ്തമായ താലന്തുകൾ കൊണ്ട് ദൈവം അലങ്കരിച്ച ഒരു വ്യക്തിയാണ് സാറ്. സാർ അത് ദൈവത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവകൃപ ഒരുപാട് ഈ കുടുംബത്തിലേക്ക് തമ്പുരാൻ ചൊരിഞ്ഞു. ആ ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഒപ്പം സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് സാറിനും ചേച്ചിക്കും നന്ദി പറയുന്നു. ഏത് ജീവിത സാഹചര്യത്തിലും സുവിശേഷത്തിന് സാക്ഷിയായ റോയ് സാറിനെ നാം ഈ പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അത് പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.